പുതിയൊരു പരിപാടി ഇന്ന് തുടങ്ങാൻ പോവുകയാണ്. ഇതിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ പരിപാടി അങ്ങോട്ട് തുടങ്ങുകയാണ്. എല്ലാം ഇപ്പോൾ മേടിച്ച് അങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇന്നേ വരെ ഒരു വ്ളോഗിനും ഇത്രയും ഞാൻ ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നിട്ടില്ല. പക്ഷേ ഒരുപാട് വ്ളോഗും പലരോട് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടും ഒക്കെയാണ് ഞാനിപ്പോൾ ഈ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ കട്ടയ്ക്ക് കട്ടള പോലെ കൂടെ നിൽക്കുക ഗൈസ്. നമ്മളിപ്പോൾ സെറ്റായി ആദ്യം ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി ഇതിനകത്തോട്ട് നമ്മൾ താക്കുന്നു ഗൈസ്. മിനിമം ഒരു 2 ആഴ്ചയെങ്കിലും ഇതിനകത്ത് കിടക്കണം. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് ആദ്യം നമുക്ക് സെറ്റാക്കാം. ഞാനങ്ങനെ നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഗൈസ്. കിടിലം വെതർ എന്ന് പറഞ്ഞാൽ കിടിലം വെതർ. ഇപ്പോൾ ഈ വെയിലൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും അത്യാവശ്യം ചൂടൊക്കെയാണ്. ചൂടൊന്നുമല്ല, നല്ല തണുപ്പാണ്. എന്നാലും ഞാൻ വിചാരിച്ചു എപ്പോഴും ഈ വീടിനകത്ത് തന്നെ ചെയ്യുന്നതിലും നല്ലത് നമ്മൾ ഈ വെളിയിലിരുന്നൊരു വീഡിയോ ഒക്കെ ചെയ്യാമെന്നുണ്ട്. അതിൻ്റെ വൈബൊന്നും വേറെ ഇല്ലേ. പിന്നെ നമ്മൾ ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് വേണമല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇതാരും അനുകരിക്കല്ല എന്ന് ഞാൻ പറയുന്നില്ല. അനുകരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് നേരിടാൻ തയ്യാറാണ് നിങ്ങൾ അനുകരിച്ചോളൂ ഗൈസ്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വേണ്ടത് നമ്മൾ ജീവിക്കാൻ. എന്നും പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാതെ പണിക്കൊന്നും പോകണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ അല്ല നിങ്ങളുടെ ഇഷ്ടം ഗൈസ്. നമ്മൾ ഇല്ലീഗലായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ഇതെല്ലാം ലീഗലാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് അഴുക്ക് സാധനങ്ങളൊന്നും ഇല്ല. കുറച്ച് ആപ്പിൾ, മുന്തിരി, ഓറഞ്ച്, പഴവർഗ്ഗങ്ങൾ, പിന്നെ ഈ ഇച്ചിരി അൺഹെൽത്തി ആയിട്ട് വരുന്ന ഈ ഷുഗറും അങ്ങനത്തെ സംഗതികളൊക്കെ ഉള്ളൂ. അത് പിന്നെ പോട്ടെ. പിന്നെ നമ്മൾ ഇവിടെ ഈ ഇൻസെക്ഷനെ ഒന്നും കിട്ടാത്തതുകൊണ്ട് പാറ്റ, പഴുതാര ആ ഒരു ഇനത്തിൽപ്പെട്ട ഇൻസെക്ഷനെ ഒന്നും നമ്മൾ ഇടുന്നില്ല തൽക്കാലം. ഇപ്പോൾ ഇതാദ്യം സക്സസ്ഫുൾ ആണെങ്കിൽ പിന്നെ നമുക്ക് വേറെ വഴിക്ക് നോക്കാം. ബാറ്ററിയൊക്കെ ഇട്ട് വേറെ ലെവലിൽ നമുക്ക് സെറ്റാക്കി നോക്കാം. ഇത് ഈ അരിയലൊരു വലിയ ടാസ്ക് കേട്ടോ കേസ്. കുറേ ഉണ്ട്. കേസ് ഇതെല്ലാം കഴുകി നമ്മൾ വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേസ്. എന്താ ചെയ്യുക, ഇതെല്ലാം കൂടെ നമ്മുടെ ബക്കറ്റിനകത്തോട്ട് ഇടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഗതികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പക്ഷെ അൺഹെൽത്തി ഐറ്റംസ് വരുന്നത് കുറച്ച് ശർക്കര, ഷുഗർ ഞാൻ ആഡ് ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ശർക്കര ഏതായാലും ഇടുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ അധികം ഷുഗറും കുന്തമൊന്നും ആഡ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നോക്കാം. അതല്ല അതിൻ്റെ ഒരു ലെവൽ. നമ്മൾ തന്നെ അറിയാതെ അതുപോലെയൊക്കെ വായിക്കൊണ്ടിരിക്കുകയാണ് ചാച്ചേട്ടാ. എന്തായി തീരുമോ എന്തോ. നാട്ടിലുള്ളവരൊക്കെ ഇതൊന്നും അനുകരിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞ മുമ്പേ എല്ലാ പണിയും മേടിച്ച് കേട്ടാൻ നിൽക്കണ്ടേ. ഇവിടെ ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല. അതാണ് ഇവിടുത്തെ ഒരു ഗുണം കേസ്. വെറുതെ അല്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ നാട്ടിൽ ഈ കാനഡ ഒരു വലിയ ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഈ ഇങ്ങനത്തെ സംഗതികളൊക്കെ ഭയങ്കര സെറ്റാണല്ലോ. പിള്ളേരൊക്കെ അങ്ങോട്ട് കുട്ടിച്ച് വളരട്ടെന്നേ, വിരിയട്ടെ അങ്ങനെ പൂക്കാവടി. പിന്നെ നമ്മൾ കമ്പാരിറ്റീവ്ലി ഒരു വലിയൊരു ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ ഇത് ലാഭമാണ്. നമ്മളിപ്പോൾ ഒരു ഫണ്ടിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റിന് വേണ്ടിയാണ് ചെയ്യുന്നത്. നമുക്കിത് സ്ഥിരമായിട്ട് ചെയ്യാനൊന്നും വയ്യ. പക്ഷെ ഒരു വലിയ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ ഈ സംഭവം ഭയങ്കര വിജയമാണ് കേട്ടോ, ഭയങ്കര ലാഭമാണ്. അപ്പം ഇനി ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കിയിട്ട് നമുക്ക് നമ്മുടെ മിശ്രിതം ഇതിൻ്റെ ഈ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ട് ആഡ് ചെയ്ത് സെറ്റാക്കാം കേസ്. അപ്പോൾ കട്ടയ്ക്ക് കട്ടള പോലെ കൂടെ നിൽക്കുക. നിങ്ങളുണ്ടായാലും ഇതൊക്കെ മുന്നോട്ട് പോകും. പിന്നെ അതിനിടയ്ക്ക് ഞാൻ കേസ് കാണിക്കാൻ മറന്നുപോയി. ഒരു അവക്കാഡോ ഉണ്ടായിരുന്നു, അതും കിട്ടും. ഇനി ബനാന കേസ്. ബനാന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഔഷധ ഗുണമുള്ള സാധനമാണ്. ഇത്രയ്ക്കൊക്കെ ഔഷധ ഗുണമുള്ള സാധനമാണ് നമ്മൾ അടിച്ച് കയറ്റുന്നതെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും അറിയത്തില്ല. പിന്നെ അധികമായാൽ അമൃതും വിഷമാണെന്ന് കേട്ടിട്ടില്ല. അതാണ് സംഭവം. എല്ലാം ഒരു ലിമിറ്റ് ഉണ്ടെങ്കിൽ എല്ലാം നല്ലതാണ്. ഇനി കേസ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ശർക്കര നമ്മൾ അങ്ങോട്ട് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിങ്ങോട്ട് ചൂടാക്കി സെറ്റാക്കി ശർക്കര പോട്ടെ. ശർക്കര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ശർക്കര കൂട്ടിക്കൊണ്ട് നമ്മുടെ ഷുഗറൊക്കെ അല്പം കുറയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഷുഗറിനെക്കാട്ടിൽ ഒരു ഇച്ചിരൂടെ ഹെൽത്തി വേർഷനാണല്ലോ ശർക്കര. കള്ള് കുടിക്കുമ്പോഴേ നമ്മളെ ഹെൽത്തി ഫീല്, അതാണ് നമ്മുടെ ഒരു ഇത്. അതാണ് നമ്മളൊരു ബോഡി ബിൽഡർ ആയിട്ടുള്ള കുഴപ്പം. ഏത് കാര്യത്തിലും നമ്മൾ ആ ഹെൽത്തിനെസ്
ആ ഒരു ഹെൽത്തി ഇത് നമ്മൾ ചെക്ക് ചെയ്യും, അറിയും, നോക്കും. അപ്പോൾ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ എക്സൈറ്റ്മെൻറ്റ്. ഇനി ഒരു 21 ദിവസം കഴിഞ്ഞ് സാധനം നമ്മുടെ കിട്ടത്തുള്ളൂ. പക്ഷെ എന്നാലും നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റ്. പഠിക്കുന്ന കാലത്തേക്ക് ഇത്രയൊക്കെ ഞാൻ കോൺസെൻട്രേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഞാനൊക്കെ ഇന്ന് ഏത് നിലയിലെത്തിയത്. അങ്ങനെ കേസ് നമ്മുടെ ഐറ്റം ഒക്കെ എടുത്തുകൊണ്ട് ഞാൻ വെളിയിലോട്ട് വന്നിരുന്നു. നമുക്ക് ഇവിടെ വെച്ച് അങ്ങ് മിക്സ് ചെയ്യാം. ഗ്ലൗ ഒക്കെ ഇട്ട് വളരെ ഹൈജീനിക്കായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഫുൾ ലൈം ഞാൻ കട്ട് ചെയ്തു. ഒരു ലൈം കൂടി ഇരുന്നുണ്ട്. കാരണം ലൈമല്ലേ, നമ്മളൊരു നെയ്ബർ ഒരു അലവലാതിയുണ്ട് കേസ്. ഇവനെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, ഇവൻ അവിടെ ഗ്രാസ് കട്ട് ചെയ്യും, അങ്ങനെ ഓരോ അലമ്പുകൾ അതിനൊരു പണി കൊടുക്കുന്നുണ്ട്. എന്ത് ഓപ്പൺ ആകുന്നില്ല ഇതിനകത്ത് ഫുള്ള്. ഞാനിപ്പോൾ ഒരു ലൈം ഇങ്ങനെ ചുമ്മാ കട്ട് ചെയ്തിട്ട്, ലൈം വേറൊരു വീഡിയോയിൽ ഒരു ലൈമിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മളിടും ഗൈസ്. പിന്നെ ഫസ്റ്റ് തിങ് ഇതിനകത്ത് ഇച്ചിരി ഗോതമ്പിടണം ഗൈസ്. ഗോതമ്പ് ഞാൻ നാട്ടിൽ നിന്ന് വളരെ റിസ്ക് എടുത്ത് കൊണ്ടുവന്നൊരു സാധനമാണ്. അപ്പോൾ ഇതിനൊക്കെ അളവുണ്ട്. ഇത് ഒരു 3 ടീസ്പൂണേ ഇടാവും. അപ്പോൾ 3 ടീസ്പൂൺ ഗോതമ്പ്, അത് സെറ്റ്. പിന്നെ ഇത് ഈസ്റ്റാണ് ഗൈസ്. ഈസ്റ്റും ഒരു 2 ടീസ്പൂൺ. ഇത് ഓൾറെഡി മെഷേർഡാണ്, അതുകൊണ്ട് ഞാനിത് മെഷർ ചെയ്തിടുന്നില്ല. ബിക്കോസ് ഓൾറെഡി ഇത് മെഷേർഡായിട്ടുള്ളൊരു പാക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ ഈസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് എനിക്ക് ആക്ച്വലി വലിയ താല്പര്യമില്ല, ഷുഗർ. പക്ഷേങ്കിൽ ഷുഗർ എല്ലാ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചവരോടൊക്കെ അവർ ഷുഗർ വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിവതും ഷുഗർ കുറച്ചങ്ങിടാം, ഇച്ചിരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ കിടക്കട്ടെ ഷുഗർ. ഇത് ശർക്കരയാണ്. ശർക്കര ഞാൻ അല്പം ചെറുതായിട്ടൊന്ന് ചൂടാക്കി അത് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് അവൻ്റെ ലെവലൊക്കെ മാറിയിട്ട് ഇപ്പം തന്നെ ഒരു ചെറിയ മണമൊക്കെ അടിക്കുന്നുണ്ട്. ഇപ്പം തന്നെ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് 2 ടൈപ്പ് ജ്യൂസ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ആപ്പിൾ ജ്യൂസാണ്. അതുകൊണ്ട് ഇനിയാണ് ഗൈസ് ഇതിൻ്റെ മെയിൻ സംഭവം, ഇളക്കം. അപ്പോൾ ഇളക്കാൻ വേണ്ടി ഞാൻ ഗ്ലൗ ഒക്കെ ഇട്ട് വളരെ ഹൈജീനിക്കായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ നല്ലോണം കൊണ്ട് ഇളക്കി ഇത് നമ്മൾ ഒരു പേസ്റ്റ് പരുവത്തിലാക്കണം. അപ്പോൾ എല്ലാം സെറ്റാക്കി നമ്മൾ വേണ്ട ഇത് അതുകൊണ്ട് കയറ്റാൻ തുടങ്ങുവാണ്. ഇനി നമ്മളിത് നല്ലോണം ഞാനിത് ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ അതിൻ്റെ കൂടെ ഇച്ചിരി വെള്ളം കൂടെ ഞാനിപ്പോൾ ചേർത്ത് കേട്ടോ. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്യുക. ആക്ച്വലി 2 ജ്യൂസ് ഉണ്ട്, ഓരോ ജ്യൂസും ഓരോ ലിറ്റർ വെച്ചായിരുന്നു. പിന്നെ നമ്മുടെ ആ ഒരു ശർക്കര പാനീയം, പിന്നെ ഇച്ചിരി വെള്ളം കൂടി ഇപ്പോൾ ആഡ് ചെയ്ത് ഒക്കെയുണ്ട്. ഇതിന് എയർ വെളിയിൽ പോകാതെ നമ്മൾ പ്രോപ്പറായിട്ട് അടച്ചു വെക്കണം. ഇപ്പോൾ ഗ്രൈൻഡറിൻ്റെ ആയിരുന്നു ഇപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് ഇത് ഇതിനു വേണ്ടി. അത്രയ്ക്കും ഡെഡിക്കേഷനാണ് ഈ വിത്ത് ലിഡുള്ളൊരു സാധനം. ഇതൊക്കെ ഗ്രൈൻഡറിൻ്റെ കിട്ടും, വലിയ വിലയൊന്നുമില്ല, $4 ഉള്ളൂ. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ അടച്ച് സെക്യൂർ ചെയ്ത് ഇത്രയും പ്രോപ്പറായിട്ട് ഞാൻ എയർക്രാഫ്റ്റിൻ്റെ ഡോർ പോലും ഇന്നവരെ ക്ലോസ് ചെയ്തിട്ടില്ല. അത്രയ്ക്ക് ഡെഡിക്കേഷനാണ് കേസ്. അപ്പോൾ സെറ്റ് നമ്മുടെ റൂം ടെമ്പറേച്ചർ ഇരിക്കേണ്ടത്. അപ്പോൾ ഇതിന് ഓരോ ദിവസമുള്ള ഡെവലപ്മെൻറ്റ്സ് ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ടേ ഇരിക്കും ഗൈസ്. അപ്പോൾ നമ്മുടെ ഐറ്റം തന്നെ ഇരിപ്പുണ്ട്. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇന്നലെ ഞാൻ ആക്ച്വലി തുറന്ന് നോക്കിയതായിരുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കണം ആദ്യം ഗൈസ്. ഇത് ഡെയിലി തുറന്ന് ഇളക്കണം. ഇതിന് ആക്ച്വലി ഇതിങ്ങനെ വെച്ച് എത്രയും ദിവസം കൂടുന്നോ അത്രയും നല്ലത്. 12 ഡേയ്സെങ്കിലും മിനിമം ഇരിക്കണം. അപ്പോൾ ഇങ്ങനെ ഇരുന്നാണ് ഇത് ഫെർമെൻറ്റേഷൻ നടക്കുന്നത്. നമ്മൾ തുറന്ന് വിട്ടില്ലെങ്കിൽ അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പോകത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാനിപ്പോൾ വളരെ ആധികാരികമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്, കാരണം ഞാൻ ഇതിനെപ്പറ്റി ഒത്തിരി പഠിച്ച് ഗൈസ്. ഇത്രയൊക്കെ അപ്പോൾ ഇതാണ് ഐറ്റം. പിന്നെ വേറെ രീതിയിലുള്ള സ്മെല്ലൊന്നും അടിക്കുന്നൊന്നുമില്ല, അഴുകിയ സ്മെല്ലോ ഒന്നുമില്ല. പക്ഷേ നമ്മുടെ ഐറ്റംസ് എല്ലാം കൂടെ ഒന്ന് കുറുകി ചേർന്ന് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കാടിവെള്ളം സ്റ്റൈലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്നും ഇത് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഈസ്റ്റും ഗോതമ്പും ഒക്കെ ആയിട്ടൊന്ന് അഴുകി ചേരണം അങ്ങോട്ട്. ഇതാണ് സാധനം. ഒരു രീതിയിലുള്ള പ്രിസർവേറ്റീവ്സോ അട്ടയോ അങ്ങനെയുള്ള ഒരു ഐറ്റംസും ചേർന്നിട്ടില്ല ഗൈസ്. എത്ര കോൺസെൻട്രേറ്റഡായിട്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നതെന്നറിയും. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു ലിക്കറിൻ്റെയൊക്കെ സ്മെല്ല് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ലിക്കറിൻ്റെ കിറ്റ് ഇന്ന് വരും, അത് അൺബോക്സിങ്ങും ഉണ്ട് ഗൈസ്. അങ്ങനെ 12 ദിവസം അല്ല 15 ദിവസം കഴിഞ്ഞാണ് നമ്മൾ ഐറ്റം ഓപ്പൺ ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടുമല്ല, ഞാനൊരു ചെറിയൊരു മോട്ടർ എനിക്ക് മിസ്സിങ് ഉണ്ടായിരുന്നു, അതിപ്പോൾ എനിക്ക് കിട്ടി. അപ്പോൾ അതുകൂടെ സെറ്റായി. അപ്പോൾ ഇന്ന് നമ്മൾ പരിപാടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ 15 ദിവസം കഴിഞ്ഞ് ഞാനിപ്പോൾ ഒന്ന് ഇളക്കി. ഇതിനങ്ങനെ ഒരു അഴുക്ക് സ്മെല്ലൊന്നുമില്ല. ഇത് ഡയറക്റ്റ്ലി നമ്മൾ സൺലൈറ്റിൻ്റെ അടുത്ത് വെക്കല്ല, ഒരു ഇച്ചിരി ഒരു ഇരുണ്ട സ്ഥലത്ത് വേണം വെക്കാൻ. പിന്നെ എന്നും വെള്ളമൊന്നും ഉണ്ടാകാത്ത ഒരു വലിയൊരു എന്താ പറയുന്നത്, സ്പൂണോ വല്ലതും ഇട്ടൊന്ന് നല്ലോണം ഒന്ന് കലക്കി കൊടുക്കണം. അപ്പോൾ അതിന് ഇടയ്ക്ക് ഞാനൊരു ഇച്ചിരി കറുകപ്പട്ട, ഏലയ്ക്ക,
ജാതിക്ക, അങ്ങനത്തെ കുറച്ച് മെഡിസിനൽ വാല്യൂ ഉള്ള കുറച്ച് ഐറ്റംസും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു സെറ്റപ്പിലോട്ട് നമുക്ക് ആദ്യം പോകാം. സംഗതിയൊക്കെ ഞാനൊന്ന് ഫിൽട്ടർ ചെയ്തെടുത്തു. അത് ആക്ച്വലി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ക്യാമറ എടുത്ത് വെക്കാൻ പറ്റിയില്ല. ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ആ സംഗതികളൊക്കെ എടുത്ത് മാറ്റി ഇത് നല്ല വൃത്തിയായിട്ട് വേണം ഫിൽട്ടർ ചെയ്യാൻ. ഫിൽട്ടർ ചെയ്യുന്നതിന് പുതിയൊരു തോർത്തെടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഏറ്റവും നല്ലതെന്നല്ല, അത് അങ്ങനെ ആയിരിക്കണം ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് വാറ്റണം ഗൈസ്. ഇനിയുമാണ് ആ പ്രോസസ്സ്. അപ്പോൾ വാറ്റാനുള്ള നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ ഈ ലിക്വിഡ് എടുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കണം. പിന്നെ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ജിൽ. അപ്പോൾ ഈ ഒരു ഐറ്റം ഗൈസ്, ഇതാണ് നമ്മുടെ ഫ്രൂട്ട്സും മറ്റ് ഔഷധ ഗുണങ്ങളൊക്കെ ചേർന്ന ഐറ്റംസ് ഉള്ള ചേർന്ന ലിക്വിഡ്. ഇതിപ്പോൾ ഒരു വൈൻ സെറ്റപ്പാണ്. ഇത് അഴുക്കാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നും എടുത്ത് കലക്കി വെക്കുന്നതും ഒക്കെ. അത് മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു സ്മെല്ലൊന്നുമില്ല. ഇപ്പോൾ ഒരു വൈനിൻ്റെ സ്മെല്ലാണ് നമുക്ക് അടിക്കുന്നത്. ഇത് ആക്ച്വലി ഇത് ഫിൽട്ടർ ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് ഭയങ്കര മിസ്സിങ് ആയിപ്പോയി ഗൈസ്. അപ്പോൾ ഇത് ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ട് ഇനി അടുത്ത പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. ഇട്ടുണ്ട് ഇത് ആക്ച്വലി നമ്മളിത് നല്ല സെക്യൂറായിട്ട് അടച്ചു വെക്കണം. ഇതിന് ലോക്കുണ്ട്. ആ ലോക്ക് വെച്ച് നമ്മൾ പ്രോപ്പർ സെക്യൂറായിട്ട് അടച്ചു വെക്കും. ഇതൊരു പ്രഷർ കുക്കറാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിന് 4 ലോക്കുണ്ട്. ഈ 4 ലോക്കും നമ്മൾ അടച്ചു. ഈ തെർമോമീറ്റർ ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ 200 മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. സെറ്റ്. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ മേളിൽ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ വെള്ളം നമ്മൾ ആക്ച്വലി ഇച്ചിരി തണുത്തിരിക്കാൻ വേണ്ടി ഇച്ചിരി ഐസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരു മോട്ടർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻടേക്ക് വാട്ടറും ഔട്ട്കം വാട്ടറും ഉണ്ട്. അങ്ങനെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ ഐസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ ഇച്ചിരി കോൾഡ് വാട്ടർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിലേ കൂടെയാണ് നമ്മുടെ ഐറ്റം വരുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ 200 മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ 20 ആയിട്ടേ ഉള്ളൂ, ആയി വരുന്നു. അപ്പോൾ സെറ്റാകട്ടെ. ഇതൊരു ഐറ്റം വന്നു തുടങ്ങിയില്ല ഗൈസ്, സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ലോങ് പ്രോസസ്സാണ്. ഇതിലും ഭേദം നമ്മൾ ലിക്കർ സ്റ്റോർ ചെന്ന് പറഞ്ഞാൽ എടുത്തങ്ങ് അടിക്കുന്നതാണ്. പക്ഷേങ്കിൽ നമ്മൾ ആ ഒരു ശാസ്ത്രീയമായ രീതിയിൽ നമ്മുടെ നാടൻ വാറ്റടിക്കണമെങ്കിൽ നമ്മൾ ഇച്ചിരി റിസ്ക് ഒക്കെ എടുത്താലേ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത് തന്നെ ചെയ്യും. ഏതായാലും ആദ്യത്തെ തുള്ളി വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. കട്ട വെയിറ്റിംഗ്. നിന്ന് കത്തണമെന്നാണ് പറയുന്നത്. അത് അടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കത്തി ഇറങ്ങണം. ചില വെള്ളം. സക്സസ് ഗൈസ്, സക്സസ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡ്രോപ്പ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. ഫൈനലി നമ്മളൊരു ഡിസ്റ്റിലർ സ്റ്റാർട്ട് ചെയ്ത് ഗൈസ്. വൈവ് ആയ് കത്തണം നിന്ന് ആയ്. അങ്ങനെ നമ്മുടെ പരീക്ഷണം വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 200 വരെ ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാവും. 200 ആണ് തുടങ്ങിയപ്പോഴാണ് ഐറ്റം ഇങ്ങോട്ട് വന്നു തുടങ്ങിയത്. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ വളരെ നാട്ടിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കുത്തി, നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളിങ്ങനെ കപ്പൊക്കെ വെച്ച് ഇങ്ങനെ കുത്തി വേണം ഇരിക്കാൻ. ഇതൊന്നും വേണ്ട കേസ്. ഇത് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവത്തിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയും മെനക്കേടൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഇവിടെ ബീസിലിക്കറി ഇപ്പോൾ ഒരു കുപ്പിയൊക്കെ മേടിച്ച് അടിക്കുവാണെങ്കിൽ. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇതൊരു നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മുടെ ബ്രാൻഡിലുള്ള ഒരു സാധനം നമ്മൾ അടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ നാടൻ വൈബ് വേറെ തന്നെ വൈബ്. അപ്പോൾ സെറ്റായിട്ടുണ്ട് കേസ്. സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഒരു ഇച്ചിരി തുള്ളി നമ്മൾ കളയണമെന്നാണ് പറയുന്നത്. ഗുരുകാരണവന്മാർക്ക് കൊടുക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് കത്തിച്ച് നോക്കണം. കത്തട്ടം കൊണ്ട് വിരിയിട്ടൊക്കെ പൂക്കാവടി. നമ്മൾ ഒറിജിനലാണെന്ന് നോക്കുകയാണ്. ഒറിജിനലാണെന്ന് നോക്കണമെങ്കിൽ ഇത് നിന്ന് കത്തണം. അപ്പോൾ ആദ്യം നമ്മൾ ഇച്ചിരി എടുക്കുന്നു. കത്തുന്നുണ്ട്. ഹോൾ സ്പൂൺ ഇപ്പോൾ ഹോൾ വീട് കത്തിപ്പോൾ ഇരുന്നാൽ മതി. അതിന് മാത്രം. അപ്പോൾ ഇതിൻ്റെ ആൽക്കഹോൾ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഗൈസ്. കത്തി മറിയാണ്. പക്ഷേ ഗൈസ് പിന്നെയും ഞാൻ പറയുവാണ്, എൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്ന് നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. ഇവിടെ ഇത് ലീഗലാണ്. ഇല്ലീഗലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഗൈസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളം എപ്പോഴും തണുത്തിരിക്കണം. അപ്പോൾ ഇച്ചിരി ഐസ് ഇടയ്ക്ക് ഇട്ട് കൊടുത്തോണ്ടിരിക്കണം. ഇങ്ങനെ ജില്ലെന്ന് സാധനം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഭയങ്കര മെനക്കേടാണ് കുത്തിയിരിക്കണം ഇതിങ്ങനെ പിടിച്ചോണ്ട്. ഗൈസ് ഈ കാത്തിരിപ്പാണ് ഒക്കാത്തത്. എന്തായാലും നമ്മളിന്ന് ഫുള്ള് ഡെഡിക്കേറ്റഡ്. ഇന്ന് നൈറ്റ് മൊത്തം നമുക്ക് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുവാണ് ഗൈസ്.
പിന്നെ ഒരു രീതിയിലുള്ള സ്മെല്ലോ ഒന്നുമില്ല കേട്ടോ, അത് എടുത്തു പറയണമല്ലോ. കാരണം അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞിട്ട് ഒരു ആദ്യത്തെ നമ്മൾ പറഞ്ഞു ഈ കുറച്ച് ഈ 15 ദിവസമായിട്ട് ഇരുന്ന സാധനം തുറന്നപ്പോൾ അതിനൊരു എന്താ പറഞ്ഞു ഇത്ര ഈ ഫ്രൂട്ട്സും എല്ലാം കൂടി ഇരുന്ന ഒരു വൈനിൻ്റെ ഒരു സ്മെല്ല് അതേ ഉള്ളൂ, അല്ലാതെ വേറെ രീതിയിലുള്ള സ്പിരിറ്റിൻ്റെ ഒരു രീതിയിലുള്ള സ്മെല്ലൊന്നുമില്ല. അപ്പോൾ ആദ്യം കിട്ടിയ ആ ഒരു ഗ്ലാസ് ഞാൻ കളഞ്ഞു, ആദ്യത്തെ ഗ്ലാസ് കളയണമെന്നാണ് അതിൻ്റെ ഇത് ശാസ്ത്രം. അത് ഞാൻ ചെറുതായിട്ടൊന്ന് ഡ്രോപ്പ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കി, പക്ഷേ നല്ല ആൽക്കഹോൾ കണ്ടൻ്റ് ഉണ്ട്. എങ്ങനെ ഇത്ര ആൽക്കഹോൾ കണ്ടൻ്റ് ഒക്കെ കയറുന്നത് എനിക്കറിയത്തില്ല ഗൈസ്. മൊത്തം ഫ്രൂട്ട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, പിന്നെ നമ്മൾ ഗോതമ്പും ഈ പറയുന്ന ഈസ്റ്റും ഒക്കെ വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. എനിവേയ്സ് അത് ഇരുന്ന് ഫെർമെൻറ്റേഷൻ ആകുക എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു 10-15 ദിവസം ഇരുന്ന് അത്രയും നന്നായി. എൻ്റെ ഈ ഒരു മോട്ടറുണ്ട് ഗൈസ്, ഇത് കിട്ടാൻ എനിക്ക് ലേറ്റായി. ഇത് ഇന്നാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഞാൻ 12 ദിവസം ആയപ്പോഴേ തകർത്തേനായിരുന്നു. അപ്പോൾ എനിവേയ്സ് കത്തുകയാണ് ഗൈസ്. ഇതാ ഇപ്പം അതിൻ്റെ ഫ്ലോ ഒന്ന് കൂടിയിട്ടുണ്ട്. ഇത് 1.75 ലിറ്ററിൻ്റെ കുപ്പിയാണ്, അത് നിറയട്ടെ. ഏതായാലും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. കത്തട്ടങ്ങോട്ട് വിരിയട്ടങ്ങോട്ട് പോകും കാവടി ഗൈസ്. അങ്ങനെ നമ്മുടെ ഫ്ലോ ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ 200 മെയിൻറ്റെയിൻ ചെയ്ത് 200 ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. 200 ഇച്ചിരി മേളിൽ പോയി. അപ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ ഐസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ തണുത്തിരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഫ്ലോ അങ്ങോട്ട് കൂടിയിട്ടുണ്ട്, വിരിയട്ടങ്ങോട്ട് പോകും കാവടി. അങ്ങനെ കേസ് നമുക്ക് ഓൾമോസ്റ്റ് 2 ലിറ്റർ സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും ഒരു 1.5 ലിറ്റർ കാണുന്നത്, 1.75 ലിറ്ററിൻ്റെ കുപ്പിയാണ്. പിന്നെ ഒരു ചെറിയ കുപ്പികളുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് ശാസ്ത്രീയമായ രീതിയിൽ ഇതിനെ അടിച്ചു നോക്കാം. ചെറിയൊരു ഷോർട്ട് ഗ്ലാസ് എടുത്തിരിക്കുന്നത്. വാ മോനെ, ഇത് ഇച്ചിരി നമുക്ക് എടുത്തടിച്ച് നോക്കാം. അത് നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠനൊക്കെ അടിക്കുന്ന തൊട്ട് ഒരല്പം കരിക്ക് വീഴുന്നില്ലല്ലോ, ഉണ്ടാലും പൊട്ടിച്ചടിക്കാം. വെയിറ്റ്. അപ്പോൾ ഗൈസ് കാനഡയിൽ നമ്മുടെ നാടൻ മാറ്റ് ഇത് ആക്ച്വലി ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇതിപ്പോൾ ഞാൻ ആ കരിക്കൊഴിച്ചതിൻ്റെ ഈ കളർ മാറിയിരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ പല വീഡിയോസും കണ്ടതിലൊക്കെ അവർക്ക് കളറൊക്കെ വ്യത്യാസമായിട്ടാണ് കേസ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അങ്ങനെയൊന്നുമല്ല, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അടിച്ച് നോക്കാം. ആക്ച്വലി നല്ലതാണ്, എനിക്കങ്ങനെ വലിയൊരു ഇതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ആദ്യത്തെ ഞാൻ പറഞ്ഞില്ല, ആദ്യം നമ്മളെടുത്ത കുറച്ച് കളഞ്ഞു, അത് ഇച്ചിരി ഭയങ്കര കത്തിയായിരുന്നു. ഇതിൽ ആ ഒരു കരിക്കും കൂടെ ഒഴിച്ചപ്പോഴത്തേക്കും സംഭവം ലെവലാണ് കേസ്. എങ്കിലും നാർക്കോട്ടിക് ഇസ് എ ഡേർട്ടി ബിസിനസ്. നാട്ടിൽ ഇത് ഞാൻ ചെയ്യില്ല, നിങ്ങളും ചെയ്യില്ല. അപ്പോൾ ഗൈസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ഇനി ഈ വീഡിയോ മാക്സിമം കത്തിക്കുക. ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. കീപ് സപ്പോർട്ടിങ്. റോബി കാറ്റയ്ക്ക് സൈനിങ് ഓഫ്.